ഒരു ആക്സിഡൻറ്റ് സീൻ. ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ നേരെ പാഞ്ഞ് വന്ന് ഇടിച്ച് കയറുന്നൊരു ഓട്ടോ. ആ ഓട്ടോ ഒരു എന്താ പറയുക, കുറച്ച് നേരത്തേക്ക്, അതായത് റെസ്പോൺസ് ടൈം, ഒരാളുടെ റിഫ്ലെക്സ് ആക്ഷന് ടൈം ഉണ്ട്. അതിൻ്റെ വരവ് കണ്ടാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഉണ്ടായൊരു സംഭവമൊന്നുമല്ല. വളരെ പെട്ടെന്ന് വിതിൻ സെക്കൻഡ്സ് നടന്ന സാധനമാണോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും, ഒരു 10 സെക്കൻഡ്സ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഓട്ടോയുടെ ടയർ പൊട്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് ചീറിപ്പാഞ്ഞ് വന്ന് പോലും അയാൾക്ക് വെട്ടിച്ച് വേണമെങ്കിൽ അടുത്ത പറമ്പിലേക്ക് ഓടിക്കാമായിരുന്നു. എന്നിട്ട് പോലും ഈ വണ്ടി കറക്റ്റ് വന്ന ബസ്സിൻ്റെ നടുക്കിടിക്കുമ്പോൾ ഈ അപകടത്തിൽ എല്ലാവരും ഇതിനകത്തിപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോക്കാരൻ്റെ ഭാഗത്താണ് തെറ്റ്, ബസ്സുകാരൻ്റെ ഭാഗത്ത് തെറ്റില്ല, ഒരു തെറ്റും പറയാനില്ല. ബസ്സുകാരനെ ചവിട്ടിയാൽ പോലും കിട്ടത്തില്ല. അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. ആ റോഡ് കണ്ടാലറിയാം അവിടെ അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിക്കാൻ അങ്ങോട്ടൊരു വളവോ ഒന്നുമില്ല. ഇതിനപ്പുറത്തൊരു വളവുണ്ടെങ്കിൽ ഇയാൾ ഇവിടെ നിന്നേ കറക്കി തിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഒരു അപകടം കണ്ടാൽ ആദ്യം തോന്നുന്നത് സൂയിസൈഡ്, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് ലെക്ക് കെട്ട്. കഞ്ചാവിനെ പറയാൻ പറ്റത്തില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കഞ്ചാവ് മൂത്താലും അങ്ങനെയൊക്കെ സംഭവിക്കും, കൂട്ടിയിട്ട് കത്തിക്കാനൊക്കെ പറയത്തില്ല അങ്ങനെ. അതും അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന്, അതും പക്ഷേ ഒരു സൈക്കാട്രിക് ഇഷ്യൂ ആണ്. ഭയങ്കര ഇമ്പൾസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാൾ ഇന്ന് അകത്ത്. ഇതൊന്നത് പ്രൈവറ്റ് ഓട്ടോയാണ്. അപ്പോൾ പ്രൈവറ്റ് ഓട്ടോ ആകുമ്പോൾ ചിലപ്പോൾ കുടുംബക്കാർ മൊത്തം 3 പേര് ഒരു കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഭാര്യയും ഭർത്താവും മകനൊക്കെ ഉണ്ടെങ്കിൽ, അല്ല ആരൊക്കെയാണെങ്കിലും ആ ഭർത്താവിനെ ഓടിച്ചുകൊണ്ടിരുന്ന ആൾക്ക് ആണാണോ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ പെണ്ണുങ്ങൾ ഓട്ടോ ഓടിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെ പറയണ്ട. അതൊക്കെ ഇനിയിപ്പോൾ വല്ല അങ്ങനെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ദേഷ്യം കയറിയെന്നോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യാ ശ്രമമോ എന്തുവാ, കുടുംബത്തോടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതിന് ഒരു ഓട്ടോ യാത്ര ചെയ്തപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണെന്ന് തോന്നുന്നു ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കഥയാണ്. അവരുടെ അപ്പന് കടം കയറി മുടിഞ്ഞപ്പോൾ അയാളൊരു സ്കൂട്ടർ എടുത്തിട്ട് ഈ ഫാമിലിയും കൊണ്ട് കുറേ ദൂരം ഇവൻ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നു, ഭാര്യ പുറയിൽ, അവൻ്റെ അമ്മ പുറയിലിരിക്കുന്നു, പെങ്ങള് അമ്മയുടെ കയ്യിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ. എന്നിട്ട് ഇവർ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പോയിട്ട് അപ്പം പറഞ്ഞ് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോയത്. എന്നിട്ട് അയാൾ തിരിച്ചു വന്നു. അയാൾക്ക് വണ്ടി ഇടിക്കാൻ പറ്റിയില്ല. പലപ്പോഴും പുള്ളിക്ക് തോന്നി. എന്നിട്ട് ഒരുപാട് ദൂരമൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു വന്നു. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞത്രേ, ഇങ്ങനെ അന്ന് മരിക്കാനാണ് പുള്ളി തീരുമാനിച്ചത്. പുള്ളിയുടെ ജീവിതം മടുത്ത് കടം കയറി. അപ്പോൾ ഇവരെല്ലാം കൂടെ കടത്തി മുങ്ങി. ഇനി ഒരിക്കലും അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല, അയാൾക്ക് അവരെ പോറ്റാൻ പറ്റുന്നില്ല എന്നൊരു ഗതികേട്, ഒരവസ്ഥ, വല്ലാത്തൊരവസ്ഥയെപ്പെട്ടിട്ട് അന്ന് അവർ മരിച്ചു പോകണ്ടേ. അതും ആ ഫാമിലിയുടെ മൊത്തം ഉത്തരവാദിത്തം എടുത്തൊരു മനുഷ്യനാണ് ഇവൻ്റെ അപ്പൻ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് പരിചയപ്പെട്ട ആളാണ്. അപ്പോൾ അയാളിങ്ങനെ സ്റ്റോറി പറയുമല്ലോ, ഓരോരുത്തർ നമ്മളെ ഇരുന്ന് ആദ്യമായിട്ട് കാണുമ്പോൾ അവരുടെ കഥകളൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറയുന്ന ഒരു കഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളിലൂടെ നടക്കും. പലരും ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പോകും. അതും ഈ ആത്മഹത്യ പ്രവണതയുള്ളവരല്ല ഇവരാരും. മനസ്സിലാവും. ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തീരെ നിവൃത്തിയില്ല, ചിലപ്പോൾ ഒരു സഹായം പോലും ചോദിക്കാൻ മടിയുള്ളവരുണ്ട്. ഞാനെപ്പോഴും പറയാം, എന്തെങ്കിലും ആവശ്യമുണ്ട് 100 പേരോട് അങ്ങ് ചോദിക്കും. ചിലരൊക്കെ അങ്ങ് തരും. ചിലപ്പോൾ അങ്ങൊരു രക്ഷപ്പെട്ട് പോകാണെങ്കിൽ പോവും. ചിലർ അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടവരുണ്ട്. മറ്റേ എന്താ പറയണ്ടേ, രജനീകാന്തിനെ കണ്ടിട്ടില്ലേ, 1 രൂപയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പിടിക്കുമ്പോൾ അടുത്ത ഐഡിയ വരിക. അല്ല, അങ്ങനെ അയാൾ കോടീശ്വരനായിട്ട് ഹെലികോപ്റ്ററിൽ കള എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ശരിക്കും ഉണ്ട് കേട്ടോ. 1 രൂപ ചോദിച്ച ഒരാളൊക്കെ ഉണ്ട് ഒരു കോൾ ചെയ്യാൻ. വെറുതെ 1 രൂപ കോയിൻ ബൂത്തിൽ കയറി 1 രൂപ ചോദിച്ചിട്ട് ആ 1 രൂപ കൊടുത്ത ആൾ പിന്നെ കാണുന്നത് എന്നാണെന്നറിയോ, ഇതേപോലെ തന്നെ ലക്കലൊക്കെ ബാംഗ്ലൂർ BMW ബെൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തും വരിക. എന്നിട്ട് അവരോട് പറഞ്ഞു, 1 രൂപ കൊടുത്ത ആളോട് പറഞ്ഞു, താൻ ഇന്നുപോലെ ഫ്ലാറ്റ് മാറിക്കോളാം. ഇവർക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഫ്ലാറ്റും BMW കാറൊക്കെ കൊടുത്തു. പുള്ളിക്കൊരു ചെറിയ പരിപാടി എന്ന് പറയുന്നത് അഡ്മിഷൻ്റെ ഒക്കെ പണിയാന്നു. അങ്ങനെ ഒരാളെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സുഹൃത്ത് പറയുന്നത്, ഇത് ഓരോരുത്തർ കഥ പറയുന്നതിനകത്ത് കേട്ടത്. പക്ഷേ ഇതൊന്നും കള്ളത്തിലൊന്നുമല്ല കേട്ടോ. ഞാനിതിപ്പോൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ആവശ്യമില്ലാതെ ഒന്നും ഇതിനകത്ത് തള്ളിക്കയറ്റുന്നതല്ല ഇത്. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഒരാളുടെ വീട് ജപ്തിയാകാൻ പോവുക. അയാൾക്ക് ഡയബറ്റിക് ഫുഡ് കാരണം ഒരു വിരൽ മുറിച്ച് കളഞ്ഞു, തള്ളവിരൽ മുറിച്ച് കളഞ്ഞു. കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ കുടുംബമുണ്ട്, ഭാര്യ, 2 മക്കൾ, 2 പെൺപിള്ളേർ. ഇവർ കുഞ്ഞൊരു വീട്, കടപ്പുറം സൈഡാണ്, കണ്ണമാലി, വെള്ളമൊക്കെ കയറുന്ന സ്ഥലം. ഒരു വെള്ളം അടുത്ത് വേലിയേറ്റം വരുമ്പോൾ വീട് നിറച്ച് വെള്ളം കയറും. അവിടെ സ്ഥിരമായിട്ട് സംഭവിക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരാൾ. അയാൾ എനിക്ക് പരിചയപ്പെട്ടത് വെറുതെ ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ട് പരിചയമാണ്. അപ്പോൾ ഇപ്പോൾ അയാൾക്ക് തൊഴിലില്ല, വീടിന് ജപ്തിയായിരിക്കും. ഇയാളൊരു ഓട്ടോ എടുത്ത് ഓടിച്ച് രക്ഷപ്പെടാം എന്ന് കരുതിയത് നടന്നില്ല. കൊറോണ കാലത്ത് എന്തോ സ്റ്റക്കായി ആകെ പെട്ട്. അതിന് 3.25 ലക്ഷം രൂപ എന്തോ ലോൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂണിയൻ ബാങ്ക് അദാലത്തിലൊക്കെ പോയി വന്നപ്പോൾ 80,000 രൂപയ്ക്ക് സെറ്റിൽ ചെയ്യും. ഈ 80,000 രൂപയും കൂടെ കൊടുക്കാൻ പറ്റിയില്ല, വീട് ജപ്തി ചെയ്യും. ആ വീടും പറമ്പും ഒക്കെ പോയി കഴിഞ്ഞാൽ അയാൾ വഴിയാധാരമാവും. ഇയാൾ ഈ കുടുംബത്തിനെയും കൊണ്ട് ഈ കടലിലേക്ക് പോവുകയാണ്. അപ്പോൾ കടലിൽ ചാടിക്കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇതുപോലെ ഓട്ടോ വന്ന് കൂട്ടി ഇടിച്ച് കഴിഞ്ഞ് ഇവിടെ എല്ലാവരും പല കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അയ്യോ അങ്ങനെ പാടില്ലായിരുന്നു, എന്തൊരു തെറ്റാ ചെയ്തത്. വേറൊരു വഴിയില്ലാതെ ആൾക്കാർ എന്ത് ചെയ്യും? അപ്പോൾ അയാളുടെ കാലിൽ തള്ളവിൽ മുറിച്ചിരിക്കുന്നതുകൊണ്ട് പണിക്കും പോകാൻ പറ്റത്തില്ല. ഭാര്യയ്ക്ക് ആകെ ഉള്ളത് കേറ്ററിംഗ് വർക്ക് വല്ലപ്പോഴും വരുമ്പോൾ കിട്ടുന്ന ചില്ലറ പൈസയാണ്. അത് ആഴ്ചയിൽ ഒരു വർക്കൊക്കെ കിട്ടാറുണ്ട്, 1000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചെറിയ ഫുഡൊക്കെ കഴിച്ചു പോകുന്നു. മരുന്ന് മേടിക്കാൻ കാശില്ല, അത് പലരും മേടിച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ് കുറേ പ്രാവശ്യമായിട്ട് ഞാനും മേടിച്ചു കൊടുത്തു, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. പക്ഷേ അവരുടെ വീടൊന്നും തിരിച്ചെടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. 80,000 രൂപ എടുക്കാൻ എൻ്റെ കയ്യിലില്ല.
ഉണ്ടാകുന്നത് വേണേൽ ചിലപ്പോൾ നമുക്കത് പറയാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻ അയാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ തിരിച്ചു തന്നിരിക്കും. അയാളെ കൊണ്ട് എന്താ അയാളെ പറ്റുന്ന പോലെ അയാൾ വളരെ മാന്യനായ മനുഷ്യനുമാണ്. ഇങ്ങനത്തെ ഗതികെട്ട സമയത്ത് കാലും മുറിച്ച് കളഞ്ഞ് പഴുത്ത് വീട്ടിൽ കുത്തിയിരിക്കുക. അയാൾക്ക് വേണ്ടിയിട്ടൊരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫണ്ട് റേസിംഗ് പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരാളെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ തരണം ചെയ്യാൻ സഹായിക്കാൻ ആർക്കെങ്കിലും താല്പര്യം തോന്നിയാൽ അത് മെസ്സേജായിട്ടോ ഒക്കെ അയക്കണം. ഞാൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇത് ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചേക്കാം, ഫോൺ നമ്പർ അടക്കാം. അത് വാട്സപ്പിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി, റെസ്പോൺസ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് നമ്പറിലോട്ട് ഡയറക്റ്റ് ഇടരുത്. ആരാണ് എന്താണെന്നൊക്കെ കൃത്യം അറിഞ്ഞിട്ട് പൈസ മേടിക്കാനും പറ്റത്തുള്ളൂ. അയാളെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം. ഫേസ്ബുക്ക് പേജിലോ മെസ്സഞ്ചർ ഈ വാട്സപ്പ് നമ്പറിലോ ഒക്കെ മെസ്സേജ് അയച്ചാൽ മതി. ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി വെബ്സൈറ്റിൽ എല്ലാ കണക്കുകളും കൃത്യമായി അവതരിപ്പിക്കുന്ന വെബ്സൈറ്റാണ്. ഒരു രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുകയോ ഒരുത്തരും അടിച്ചുകൊണ്ട് പോവുകയോ ഈ തട്ടിപ്പോ വെട്ടിപ്പോ എല്ലാം തടയാനും കൂടാണ്. ഇന്നേ വരെയുള്ള സകല തട്ടിപ്പ് നിർത്താൻ വേണ്ടി കുറച്ച് മെനക്കെട്ടുണ്ടാക്കിയ ട്രസ്റ്റ്. അപ്പോൾ അത് ശരിയാക്കി തരാം. അത് വേറൊരു ഏരിയ. ഇവിടെ ആളുകളെ സഹായിക്കലാണ് ട്രസ്റ്റുകളുടെ പണിയെങ്കിൽ ഈ ട്രസ്റ്റിന് വേറൊരു ഉത്തരവാദിത്വം കൊണ്ട് ഈ കറപ്ഷനും ഈ ഫ്രോഡ്സും നിർത്തുക. അത് പ്രത്യേകിച്ച് വല്ലവരുടെ കാശ് മേടിച്ചിട്ട് കളിക്കുന്ന ദൂർത്ത് അവസാനിപ്പിക്കുക. അതെൻ്റെ ഒരു ഉദ്ദേശമാണ്. അപ്പോൾ അത് ഞാൻ നടത്തും. ഞാനല്ല, ഇപ്പോൾ അതൊരു കൂട്ടമാളുകളുടെ ഉദ്ദേശമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ട്രസ്റ്റിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യാനുമായി പരിപാടികൾ ചെയ്തു തുടങ്ങി. അപ്പോൾ ഇയാളെ സഹായിക്കാൻ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ചെയ്യണം. പിന്നെ ഈ അപകടത്തെ പറ്റി പറയാനാണെങ്കിൽ ഇനി മദ്യപിച്ചിട്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്, കൈവിട്ടു പോകും, അറിയത്തില്ല. അപ്പോൾ കുടുംബത്തോടു കൂടി ഒരാൾ ഇങ്ങനെ മദ്യപിച്ചിട്ട് കയറി വരാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായ്മയൊന്നും ഇല്ല. പക്ഷേ ഇതിനകത്തിന് അപകടത്തിലൊരു ആത്മഹത്യയുടെ ഒരു സാധനം പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അത്രയും ദൂരത്ത് അയാൾക്ക് വെട്ടിച്ച് പറമ്പിലോട്ട് വേണേലിടാം, എന്ത് വേണം ചെയ്യാൻ, ജീവൻ രക്ഷിക്കാനുള്ളൊരു ശ്രമം നടത്താതെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ജീവൻ രക്ഷിക്കാനൊരു ശ്രമം നടത്താത്ത ഒരാൾ വണ്ടി ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് അത് പോയത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. കാരണം ട്രാൻസ്പോർട്ട് ബസ്സുകാരനൊരു രക്ഷയില്ല. അങ്ങനെ ഒരു തിരിതിരിക്കാൻ ഇത്രയും ദൂരത്തുനിന്ന് നേരെ എന്നാലും ബസ് വരുന്ന അവിടെ നിന്ന് കാണാമെന്നേ, അവിടെ വേറെ വണ്ടിയൊന്നും ഇല്ല. ഇതൊരു എന്താ പറയുക, പെട്ടെന്നൊരു സാധനം ഫ്രണ്ടിൽ വന്നതല്ല, അങ്ങ് ദൂരെ നിന്ന് നമ്മൾ ഈ ക്യാമറ കാണുമ്പോൾ ഇത്രയും ദൂരമാണ് തോന്നുന്നത്. പക്ഷേ ഓട്ടോക്കാരൻ അത്രയും ദൂരത്തുനിന്ന് കാണാം, ബസ്സുകാരനും കാണാം. ഈ ഓട്ടോയ്ക്ക് ഇതുവഴി വരുന്നുണ്ട്, അങ്ങൂന്നേ കണ്ടു കാണും ബസ്സുകാരൻ. പക്ഷേ ആ ഓട്ടോ ഒരിക്കലും പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടോട്ട് വരുമെന്ന് ബസ്സുകാരൻ വിചാരിച്ചില്ല. ഈ ടയർ പൊട്ടുകയാണെങ്കിലും ഓക്കെ, ഒന്നും ചെയ്യാനില്ല. പക്ഷേ എങ്കിൽ പോലും ഇത് വെട്ടിച്ചാൽ ആ നേരെ വരുന്ന ടയർ വെട്ടുന്നു, നമ്മൾ വലത്തോട്ട് ഒട്ടിക്കുന്നു, ഇത് നേരെ പറമ്പിലോട്ട് പോകുന്നു. അല്ലേ, ശരിയല്ലേ? അല്ലെ ബ്രേക്ക് അപ്ലൈ ചെയ്തായിട്ട് കാണാം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഇത്രയും ഭയങ്കരമായ ഒരു പണി കാണിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വേറെ വണ്ടിയൊന്നും ഇല്ല. ഓട്ടോയുടെ ഫ്രണ്ട് ശ്രദ്ധിച്ചോ, ബസ് അവിടെ നിന്നേ കാണാം. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ അല്ല, ബസ് ദൂരെ തന്നെ ഡ്രൈവർക്ക് കാണാം. നിങ്ങൾ ഡ്രൈവറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ആ ഒരു റോഡൊന്ന് സങ്കല്പിച്ച് നോക്കുക. മറ്റേ ഡ്രൈവർ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇരിക്കുക, അവിടെ ഇരുന്ന് അയാൾ കാണുന്ന എന്തെന്ന് നോക്കുക. നോക്കുമ്പോഴേ ഒരു റോഡ്, ആ റോഡിൽ അവിടെ ഒരു ഓട്ടോ, പെട്ടെന്ന് ഓട്ടോ തിരിഞ്ഞ് നേരെ വണ്ടിയുടെ നടുക്ക് തന്നെ കൃത്യമായിട്ട് വന്നിരിക്കുന്നു. ആ ഓട്ടോക്കാരൻ്റെ നോട്ടത്തിലാണല്ലോ ഇങ്ങനെ വരുന്നു. ആ ഓട്ടോയുടെ സ്പീഡ് എത്രമാത്രമാണെന്ന് നമുക്കറിയാം. ആ ഭയങ്കരമായ സ്പീഡിൽ, അത്രയ്ക്ക് സ്പീഡൊന്നും ഇല്ല. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നവരവന് ടയർ പൊട്ടിയാൽ പോലും അയാൾ തിരിച്ച് വെട്ടിക്കും. ഇതൊരു വെട്ടിക്കലും ഇല്ല, ഒന്നുമില്ല, നേരെ പോവുകയാണ്. പെർഫെക്റ്റ് ഷോട്ട്. അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട. ചിലപ്പോൾ ജീവിത പ്രശ്നങ്ങൾ കാരണം ആളുകൾ ആത്മഹത്യ ചെയ്യാനും നാളെ അയാൾ ആ വീടിന് പുറത്തിറങ്ങി നിന്ന് കൊച്ചുകുട്ടികളും ഭാര്യയുമായി തെണ്ടി നടക്കാതിരിക്കാൻ അയാൾക്കൊരു ജീവിതം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അയാൾക്ക് തൽക്കാലത്തേക്കൊരു സഹായം ആവശ്യമുള്ള കാല് ഒന്ന് ശരിയായി കഴിഞ്ഞാൽ അയാൾക്ക് എവിടെയെങ്കിലും ജോലിയൊക്കെ ഞാൻ തപ്പിയെടുത്ത് കൊടുത്തോളാം. അത് ഞാൻ ചെയ്യും. അയാളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുന്ന വീട്ടു ജോലിയൊക്കെ ആയിട്ട് ഞാൻ തപ്പുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നടന്നു കിട്ടിയാൽ അവരുടെ ബാക്കി ജീവിതം, പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ചെറിയ ഫീസൊക്കെ ഉണ്ട്. ഒരു കൊച്ചു പ്രൈവറ്റ് സ്കൂളിൽ വരണം, ഗവൺമെൻറ് സ്കൂളിൽ എല്ലാവർക്കും ചിലപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് വരത്തില്ല. അവരുടെ ചുറ്റുവട്ടത്ത് തന്നെ വേണം. അതുകൊണ്ട് ഒരെണ്ണം ഒരു കൊച്ചു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അതിന് പിന്നെ അവരുടെ ജീവിത ചിലവിന് നമ്മളൊരു 10,000 രൂപ എക്സ്ട്രാ, മരുന്നിന് ഉൾപ്പെടെ മരുന്നിന് ഒരു 14,000 രൂപ മരുന്നാവുന്നുണ്ട്. അപ്പോൾ അത് പ്ലസ് പിന്നെ ഒരു 16,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ജീവിച്ചു പോകും. പിന്നെ ഒരു 1,000 രൂപ ആഴ്ച അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക.